ഓം തദാതം ധർമ്മഗോപ്താരം ധർമ്മം മാനുഷരൂപിണം പുരുഷം ശാശ്വതം വന്ദേ യുഗധർമ്മവിദായിനം യുഗധർമ്മവിദായിനം. നീലേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം അഗ്നിപൂർവേഭിരിഷിഭിരീഡ്യോ നൂതനൈരുത സദേവാം ഏകവക്ഷതി അഗ്നിനാരൈമസ്മവത്പോഷാമേവ ദിവേ ദിവേ യജസം വീരവത്തമം അഗ്നേയം യജ്ഞമന്ധ്വരം വിശ്വത പരിപൂരസി. പ്രപഞ്ചത്തിലുള്ള സമസ്ത കൂടി ജീവജാലങ്ങൾക്കും തഥാതൻ്റെ പ്രണാമങ്ങൾ. പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോരോ ജീവജാലങ്ങളും സുഖത്തെയും ശാന്തിയെയും സൗന്ദര്യത്തെയും സ്നേഹത്തെയും വാത്സല്യത്തെയും ശ്രേഷ്ഠമായ ജീവിതത്തെ ആസ്വാദനത്തെയും ഓരോരോ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള സമസ്തകോടി ഈ ബ്രഹ്മാണ്ഡമായ പ്രപഞ്ചത്തിൽ കോടാനകോടി ജീവജാലങ്ങൾ ജീവിക്കുന്നു. അതിൽ ഒന്ന് മനുഷ്യനും ജീവിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. എങ്കിലും കോടാനകോടി ജീവജാലങ്ങൾ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടുകൂടിയും ജീവിക്കുമ്പോൾ അവന് വേണ്ടിയുള്ള ഭക്ഷണം, പാർപ്പിടം, എല്ലാ സൗന്ദര്യങ്ങളും സൗഭാഗ്യങ്ങളും പ്രകൃതി നൽകിക്കൊണ്ട് പ്രപഞ്ചം മുന്നേറുന്നു. അതേ നിമിഷം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാശി ശാന്തി തേടി അലഞ്ഞു തിരിഞ്ഞ് വഴിയറിയാതെ മൃത്യുവിനിരയായിത്തീരുന്നു. എല്ലാ ജീവജാലങ്ങളെയും ഈ പ്രകൃതി പ്രപഞ്ചത്തിൻ്റെ സാന്നിധ്യം എല്ലാ ജീവജാലങ്ങളിലെയും പ്രവഹിച്ച് പോഷിപ്പിച്ച് വളർത്തി അതിൻ്റേതായ പരിണാമത്തിലേക്ക് കടത്തിവിട്ട് അതിനുവേണ്ടി എല്ലാ സൗഭാഗ്യങ്ങളും നൽകിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേ പ്രപഞ്ചം മുന്നോട്ട് നീങ്ങുന്നു. എങ്കിലും മനുഷ്യൻ എന്നവകാശപ്പെടുന്ന ഒരു മനുഷ്യന് യഥാർത്ഥമായ ജീവിതത്തിൻ്റെയും ലക്ഷ്യബോധമില്ലാതെ വഴി അറിയാതെ എങ്ങോട്ടേക്കാണ് യാത്ര എന്നറിയാതെ അസ്വസ്ഥന്മാരായി ദുഃഖത്തിലും ദുരിതത്തിലും രോഗത്തിലും കലഹത്തിലും അക്രമങ്ങളിലും അനീതികളിലും സദാസമയവും പ്രപഞ്ചം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും സൃഷ്ടികാലത്ത് തന്നെ കാലാകാലങ്ങളിൽ മനുഷ്യബോധ വികസനത്തിനും മനുഷ്യൻ ധർമ്മത്തിനും വഴികാട്ടാൻ വേണ്ടുന്ന പല പല മഹത്തേറിയ ബുദ്ധനും ക്രിസ്തുവും അങ്ങനെയുള്ള അനവധി ആചാര്യന്മാർ ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ ശ്രേഷ്ഠമായ ധർമ്മത്തിലേക്ക് വഴി തുറന്നു തന്നു. എങ്കിലും മനുഷ്യൻ അതിനെ തിരിച്ചറിഞ്ഞില്ല. മനുഷ്യരാശിക്ക് നൽകപ്പെട്ടതാണ് ഭാരതനാട്ടിലുള്ള ഋഷികൾ അനവധി കാലം തപോധനന്മാരായ ഋഷികളിലൂടെ വേദത്തിൻ്റെ അറിവുകളും ഒരു മനുഷ്യന് വേണ്ട ജീവിത രീതികളും സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും രാഷ്ട്രത്തിൻ്റെയും വളർച്ചയ്ക്കും പോഷിപ്പിക്കാനുള്ള എല്ലാ മഹത്തേറിയ സന്ദേശങ്ങളും നമ്മുടെ പൂർവാചാര്യന്മാരിലൂടെ കാലം വെളിപ്പെടുത്തി. അതുതന്നെയാണ് വേദങ്ങൾ. അത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. എങ്കിലും ആ ധർമ്മത്തെയായിരുന്നു പ്രവാചകന്മാരായ ആചാര്യന്മാർ സമൂഹത്തിന് വാരി നൽകിയത്. എങ്കിലും അതിനെ സ്വീകരിക്കാനുള്ള മനപ്പക്വതയില്ലാത്ത മനുഷ്യ സമുദായം വഴിപഴച്ച കാരണമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ദുരന്തത. അങ്ങനെ മൺമറഞ്ഞു പോയ ധർമ്മം, നമ്മൾ ആചാര്യന്മാരിൽ വെളിപ്പെട്ട ധർമ്മത്തെ ഉൾക്കൊള്ളാൻ മനുഷ്യൻ്റെ പക്വതയെ ഇല്ലാതെ പോയി. ആ പക്വത ഇതാ ഈ കാലഘട്ടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അത് ആ ധർമ്മത്തെ സ്വീകരിക്കാത്ത കാലം വരെയും വ്യക്തിജീവിതം, കുടുംബം, സമൂഹം, രാഷ്ട്രം പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും നാശനഷ്ടങ്ങൾ ധാരാളം വന്നുകൊണ്ടേയിരിക്കുന്നു. എന്ന് ധർമ്മത്തെ സ്വീകരിക്കുന്നുവോ അന്ന് മാത്രമേ ഈ ലോകം സമ്പുഷ്ടവും ഐശ്വര്യവും ശ്രേയസ്സായിത്തീരൂ. ആ മൺമറഞ്ഞു പോയ ധർമ്മത്തിന് ഈ ലോകത്തേക്ക് രണ്ടാമറിയും പ്രസാദിപ്പിച്ച് ധർമ്മത്തിന് വേണ്ടിയും ഭൂമിയിൽ ഉടലെടുത്ത് സമൂഹത്തിന് രക്ഷിക്കാൻ വേണ്ടി
സമൂഹത്തിൽ മൺമറഞ്ഞ ധർമ്മങ്ങളെ വീണ്ടും പുനർജനിപ്പിക്കാൻ വേണ്ടി കാലത്താൽ നിയോഗിക്കപ്പെട്ട പ്രതിച്ഛായയായി ധർമ്മത്തിൻ്റെ സന്ദേശമായി ഈ നാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കാരണം ഭാരതനാട്ടിൽ കേരളാദേശത്ത് ജനിച്ചു വളർന്ന തഥാതൻ കുട്ടിക്കാലം തൊട്ടേ ഗ്രഹാന്തരീക്ഷത്തെയും കുടുംബത്തെയും എല്ലാവറ്റെയും ത്യജിച്ച് തപോധനനായി വർഷങ്ങളോളം നീണ്ടുനിന്ന തപസ്സിൻ്റെ ആധിക്യത്തിൽ ബോധം അലിഞ്ഞ് അനവധി വർഷങ്ങൾ ബോധാതീതാവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കാലം തഥാതിനെ തട്ടി ഉണർത്തി ഈ ധർമ്മം, മൺമറഞ്ഞു പോയ ധർമ്മങ്ങളെ നീ ലോകത്ത് പ്രചരിപ്പിക്കൂ, രണ്ടാമത് പുനർജനിപ്പിക്കൂ എന്നുള്ള ഉത്തേജനത്താലാണ് തഥാതൻ ധർമ്മത്തിന് വേണ്ടി ലോകം മുഴുവനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതീന്ദ്രിയത്തിലുള്ള ലയിച്ചേർന്ന് ബോധമില്ലാതെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ദൃശ്യം അന്തർദൃഷ്ടിയിൽ പ്രകടമാകുകയും ലോകരാഷ്ട്രങ്ങൾ പ്രതിക്ഷോഭത്താൽ നാശമടയുകയും ചെയ്യുന്ന അത്ഭുത കാഴ്ച കാണുകയും അതേ നിമിഷം കാലം ഇതിന് വഴിയെന്ത് എന്നുള്ളൊരു ബോധം ഉദിക്കുകയും പൂർവാചാര്യന്മാരിലൂടെ വെളിപ്പെട്ട വേദധർമ്മങ്ങൾ മറഞ്ഞുപോയതും മനുഷ്യരാശി അത് സ്വീകരിക്കാതെ പോയതുമാണ് ഈ പ്രപഞ്ചത്തിന് നാശം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വെളിപാടുണ്ടാകുകയും അതിനോടൊപ്പം ആ ധർമ്മത്തിനെ പുനർജനിപ്പിക്കുകയാണ് നിൻ്റെ ദൗത്യമെന്നും ആ ദൗത്യം നീ നിർവഹിക്കാൻ വേണ്ടി ലോകത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് ഈ ധർമ്മത്തിന് പ്രവചിക്കൂ, വീണ്ടും മൺമറഞ്ഞുപോയ ധർമ്മങ്ങൾ ഭൂമിയിൽ തഴച്ചുയരും എന്ന് കാലത്തിൻ്റെ വിളികേട്ട് അതിനെ ആധാരമാക്കിയിട്ടാണ് തഥാതൻ ഭാരതനാട്ടിൽ നിന്ന് ഇന്ത്യയിലേക്കും യൂറോപ്പിലേക്കും സന്ദർശിച്ചത്. തഥാതന് ലോകത്തോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ധർമ്മം എന്ന് വെച്ചാൽ എല്ലാറ്റിനെയും ആധാരമായി താങ്ങി നിൽക്കുന്നതിന് പേര് ധർമ്മം. ആ താങ്ങി നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നാം ഓരോരോ വ്യക്തികൾക്കും ഓരോരോ ജീവസൃഷ്ടികൾക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്, അതിനുള്ള മാർഗമുണ്ട്, അതിൽ എത്തിച്ചേർക്കാനുള്ള പദവിയുമുണ്ട്. അതറിഞ്ഞുകൊണ്ട് ആശ്രയിക്കുന്നവനാണ് മനുഷ്യൻ. മറ്റുള്ള ജീവജാലങ്ങളെല്ലാം പ്രകൃതി നേരിട്ട് വളർത്തി പോഷിപ്പിച്ച് അതിൻ്റെ പരിപൂർണ അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുമ്പോൾ മനുഷ്യൻ ബോധപൂർവം ആശ്രയിച്ച് മുന്നേറേണ്ടവൻ മനുഷ്യൻ. അങ്ങനെ മനുഷ്യൻ ധർമ്മത്തെ അറിഞ്ഞ് ആശ്രയിക്കേണ്ടവൻ മനുഷ്യൻ. എങ്ങനെ ധർമ്മത്തെ ആശ്രയിക്കും, എങ്ങനെ അറിയും എന്ന് ഇന്നത്തെ സമുദായ ജനങ്ങൾക്ക് വ്യക്തമില്ല. ആ ധർമ്മത്തിൻ്റെ സന്ദേശം തട്ടിയുണർത്താനായിരുന്നു ആചാര്യന്മാർ പ്രത്യക്ഷപ്പെട്ടത്. എങ്കിലും അത് അന്നത്തെ മനുഷ്യ സമുദായം ഉൾക്കൊള്ളാനുള്ള കാരണം ഒരു മനുഷ്യബോധത്തിൻ്റെ വികസനം സംഭവിക്കാത്തതിൻ്റെ കാരണമാണ് അത് ഉൾക്കൊള്ളാതെ പോയത്. നോക്കൂ, നമ്മുടെ ജനിച്ച ഈ ഭൂമി എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷണം നൽകിക്കൊണ്ട് ഭൂമി അതിൻ്റെ ധർമ്മങ്ങൾ ആചരിക്കുന്നു. സൂര്യൻ എല്ലാ ജീവജാലങ്ങൾക്കും പോഷിപ്പിച്ചും വളർത്തിയും ഉണർത്തിയും കൊണ്ട് സൂര്യൻ്റെ ധർമ്മം ആചരിക്കുന്നു. വായു നമ്മൾക്ക് പ്രാണൻ്റെ ഊർജ്ജം നൽകിക്കൊണ്ടും സഞ്ചരിക്കുന്നു. അങ്ങനെ ആകാശം, അന്തരീക്ഷം, വായു, ജലം, അഗ്നി എല്ലാം അതിൻ്റെ ധർമ്മങ്ങൾ ആചരിക്കുന്നു. അതേ നിമിഷം നമ്മളെ വളർത്തുന്ന ഒരു ചെടിയിൽ വരുന്ന ഫലങ്ങളും പഴങ്ങളും ഭുജിച്ച് നിങ്ങളേവരും സന്തോഷിച്ച് ജീവിക്കുമെന്ന് ഒരു ചെടി അവൻ്റെ ധർമ്മം ആചരിച്ചുകൊണ്ട് മനുഷ്യനെ വിളിക്കുന്നു. മനുഷ്യൻ ആചരിക്കേണ്ട ധർമ്മം എന്ത്? അപ്പോൾ മനുഷ്യൻ എന്ത് ധർമ്മമാണ് ആചരിക്കേണ്ടത്? അവൻ്റെ ധർമ്മം എന്ത്? എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ജനിച്ച മനുഷ്യൻ ആ ധർമ്മത്തിനെ തിരിച്ചറിയുന്നില്ല? ആ അറിവാണ് യഥാർത്ഥമായ അറിവ്. അതിനെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ച് വളരുന്നു. ഒരു മനുഷ്യക്കുഞ്ഞ് വളരുമ്പോൾ ഈ ഒരു മനുഷ്യന് 4 തലങ്ങളിൽ ബോധവികസനം സംഭവിക്കണം. കുഞ്ഞുങ്ങളിൽ ആവരണം ചെയ്തിരിക്കുന്ന തമസിൻ്റെ ആവരണവലയത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ ജീവചേതനയിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മവികാസത്തിനെ വികസിപ്പിക്കുമ്പോൾ അവൻ മനോമണ്ഡലത്തിലെത്തി തിരിച്ചറിവും വിവേകത്തോടുകൂടി ലോകത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്നു. അതിനെ യഥാർത്ഥമായി മനുഷ്യൻ എന്ന് സംബോധന ചെയ്യാം. തിരിച്ചറിവും ഉണർവും ബോധമില്ലാത്ത മനുഷ്യന് ഒരിക്കലും അത് മനുഷ്യനാകില്ല, മനുഷ്യ ശരീരം മാത്രമേ ആകുന്നുള്ളൂ. ആ ശരീരത്തിൽ ഉള്ള ജീവനിൽ ആവരണം ചെയ്തിരിക്കുന്ന തമസിൻ്റെ മൃഗീയ ബോധം മാത്രം ബാക്കി നിൽക്കുന്നു. അതിനെ ഉണർന്നു വരുമ്പോൾ മാത്രമേ അവൻ മനുഷ്യനാകുന്നുള്ളൂ. അങ്ങനെ മനുഷ്യബോധ വികസനം ഇല്ലാതെ പോയാൽ തമസിൻ്റെ തീഷ്ണതയിൽ തിരിച്ചറിവില്ലാത്ത
മനുഷ്യബോധം അസ്വസ്ഥമായി വെപ്രാളത്തിൽ രോഗങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വരും. അതുമാത്രമല്ല, ക്രൂരകൃത്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുകളും മറ്റുള്ളവരിനെ കീഴടക്കാനും നശിപ്പിക്കാനുള്ള മനോഭാവങ്ങളും ലോകത്തിൽ ഉടലെടുക്കും. അതോടുകൂടി യുദ്ധവും മത്സരവും കൊണ്ട് സമൂഹവും നാടും പ്രകൃതിക്ഷോഭത്താൽ നാശമടയും. അതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യബോധം വികസിച്ച് അവൻ്റെ ആത്മവീര്യത്തെ ഉണർത്തിയെഴുന്നേൽപ്പിച്ച് മനുഷ്യ മനസ്സിലേക്ക് പ്രവഹിച്ച് മനുഷ്യൻ യഥാർത്ഥമായി ദേവത്വത്തിലേക്ക് ഉയർന്ന് ദൈവത്വത്തിൽ നിന്ന് ദൈവികത്വത്തിലൂടെ ഉയർന്ന് ദൈവിക സാന്നിധ്യത്തിൽ ഉൾക്കൊണ്ട് ലോകത്ത് ജീവിക്കത്ത കാലം വരെയും മനുഷ്യനും സമൂഹത്തിനും ശ്രേയസ് വരുന്ന ആരും പ്രതീക്ഷിക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ മനുഷ്യബോധത്തിനെ വികസിപ്പിക്കണമെങ്കിൽ ശിശുപ്രായത്തിൽ തന്നെ ആരംഭിക്കണം. കുട്ടികളിൽ 7 വയസ്സ് വരെയും 5 വയസ്സ് വരെയും കുട്ടികളിൽ പൂർവ്വജന്മ സംസ്കാരത്തിൻ്റെ വാസനകൾ തലപൊക്കി ആ കുഞ്ഞ് വളർന്നു വരുന്നു. 5-ാം വയസ്സ് കഴിഞ്ഞ് 6-7 വയസ്സാകുമ്പോഴേക്കും സമൂഹത്തിൻ്റെ മനസ്സുകൾ ഈ കുട്ടിയിൽ ആവരണം ചെയ്യുകയും അതിലേക്ക് ലയിച്ചു ചേരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. ആ കുട്ടിയിൽ സമൂഹ മനസ്സ് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പിന്നുള്ളത്. ആ സമയത്ത് 7 വയസ്സിന് ശേഷം കുട്ടികളിൽ ആത്മീയ ഊർജത്തിനെ വികസിപ്പിക്കാനുള്ള ജീവിത രീതികളും ധർമ്മബുദ്ധിയും അതിനുള്ള ആചാരനിഷ്ഠകളും സദാചാരങ്ങളും പാലിച്ചുകൊണ്ട് കുട്ടിയിലുള്ള ആത്മീയ ഊർജത്തിനെ വികസിപ്പിക്കുമ്പോൾ മാത്രമേ മനുഷ്യബോധം വികസിക്കുകയുള്ളൂ. അങ്ങനെ 7 കൊല്ലം വരെയും ആ മനുഷ്യബോധ വികസനത്തിനുള്ള സാഹചര്യങ്ങൾ കളവൊരുങ്ങണം. 7 വയസ്സ് വരെ കളവൊരുങ്ങിയാൽ മാത്രമേ മനുഷ്യബോധ വികസനം ഉണ്ടാകുള്ളൂ. അങ്ങനെ മനുഷ്യ മനസ്സ് പ്രകടമായി മനുഷ്യബോധം വികസിക്കുമ്പോൾ അവനിൽ സമൂഹത്തിൻ്റെ അറിവും ജ്ഞാനവും പകർന്ന് സമൂഹത്തിലൊരു ഉന്നതനായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർത്താത്ത കാലം വരെയും ഒരു മനുഷ്യനിൽ തമസിൻ്റെ തീഷ്ണതയിൽ ബോധം മറഞ്ഞൊരു വ്യക്തിക്ക് തിരിച്ചറിവില്ലാതെ എല്ലാറ്റെയും നശിപ്പിച്ചു കളയാനും മറ്റുള്ളവരിനെ നശിപ്പിച്ച് കീഴടക്കാനുള്ള മനസ്സ് മാത്രം ഉയർത്തെഴുന്നേൽക്കും. അതോടുകൂടി സമൂഹത്തിനും കുടുംബത്തിനും രാഷ്ട്രത്തിനും തകർച്ചയും ദുഃഖങ്ങളും അസ്വസ്ഥതകളും വന്നുകൊണ്ടേയിരിക്കും. ലോകത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്നു ശ്രേഷ്ഠമായ ഒരു രാഷ്ട്രം ഉടലെടുക്കണം, വ്യക്തിയുടെ ജീവിതം സമ്പുഷ്ടവും ഐശ്വര്യപൂർണ്ണമാകണം, ഒരു ഗ്രഹാന്തരീക്ഷവും ഒരു സമൂഹ ജീവിതവും സന്തോഷവും ആഹ്ലാദമാകണമെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിന് ഏകമായ ഒരു മാർഗം മനുഷ്യനിൽ 2 അറിവ്, ഒന്ന് മാറ്റമില്ലാത്ത അറിവും മാറിക്കൊണ്ടിരിക്കുന്ന അറിവും ഉണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന അറിവ് പൂർവ്വജന്മ സംസ്കാരങ്ങളുടെ ചലനങ്ങളും ഇന്നത്തെ സമുദായത്തിൽ കാണുന്നതായിരിക്കുന്ന മനസ്സിൻ്റെ ചലനങ്ങളും കൂടി ബന്ധപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ ജീവനിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ബോധത്തെ വികസിപ്പിച്ച് ഉണർന്ന് വികസിപ്പിച്ച് മാറിക്കൊണ്ട് അറിവിലൂടെ ഈ ആത്മപ്രഭയെ ചേർത്തിക്കൊണ്ട് വരുമ്പോൾ മാത്രമേ ഞാനും പ്രപഞ്ചത്തിന് ആധാരമായ സത്യത്തെയും നോക്കിക്കാണാനുള്ള കഴിവുണ്ടാകുള്ളൂ. ആ കഴിവ് വരുന്നതോടുകൂടി മനുഷ്യൻ ശാന്തനും സൽഗുണമുള്ളവനും എല്ലാറ്റിനും ഉൾക്കൊള്ളാൻ കഴിവുള്ളവനും എല്ലാ ജീവജാലങ്ങളുടെയും കരുണയോട് സ്നേഹിക്കാൻ കഴിവുള്ളവനും അതേ നിമിഷം അങ്ങനെയുള്ള കഴിവുള്ള ആ മനസ്കന്മാർ ലോകരാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ലോകം സമ്പുഷ്ടവും ഐശ്വര്യപൂർണ്ണമായി തീർക്കുന്നു. അതാണ് ഈ കാലത്തിന് ഇപ്പോഴുള്ള ആവശ്യം. അങ്ങനെ മനുഷ്യബോധം വികസിക്കുമ്പോൾ ഈ ലോകത്ത് ഞാൻ എന്തിനു ജനിച്ചു, എൻ്റെ ധർമ്മമെന്ത്, ഞാൻ ആചരിക്കുന്ന നിഷ്ഠയെന്ത്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ജ്ഞാനം അവന് കടന്നു വരുന്നു. അതോടുകൂടി മനുഷ്യൻ മൃഗതലത്തിൽ നിന്ന് മനുഷ്യതലത്തിലേക്ക് ഉയർന്നു, മനുഷ്യതലത്തിൽ നിന്ന് ദേവതലത്തിലേക്ക് ഉയർന്നു, ദേവതലത്തിൽ നിന്ന് ഈശ്വരീയ തലത്തിലേക്ക് ഉയരുമ്പോൾ ഈശ്വരൻ്റെ ആത്മപ്രഭ നമ്മുടെ എല്ലാ ചലനങ്ങളും മനസ്സിലും ശരീരത്തിലും ചലനങ്ങളും ചിന്തകളിലും വാക്കുകളിലും കർമ്മങ്ങളിലും എല്ലാറ്റിലേക്കും പ്രകടിപ്പിച്ച് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു. അങ്ങനെയുള്ള മഹത്തേറിയ ഉണർന്ന ആത്മാക്കൾ കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിൽ ഉണ്ടാകുന്നതോടുകൂടി ഈ രാഷ്ട്രം സ്വർഗീയവും സുന്ദരവുമായിത്തീരുന്നു. ഇത് വരാത്ത കാലത്തിനോടെയും ഒരു കാലത്തും ലോകത്തിന് ശ്രേയസ് വരെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് ഓരോരോ മനുഷ്യവ്യക്തിയും ബോധവികസനത്തിന് വേണ്ടിയുള്ള ത്യാഗവും പ്രവർത്തനം വിദ്യാഭ്യാസമാണ് ഇപ്പോൾ ആവശ്യം. അങ്ങനെ ശിശുപ്രായത്തിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ ആത്മീയ ഊർജത്തിനെ വികസിപ്പിക്കാനുള്ള വിദ്യകളിലൂടെയും അറിവുകളിലൂടെയും വികസിച്ചു വരുന്ന ആത്മാവിൽ സമൂഹത്തിൻ്റേതായ സംസ്കാരങ്ങളും ആചാരങ്ങളെയും ഏറ്റുവാങ്ങുമ്പോൾ അവൻ തിരിച്ചറിവുള്ളവനായിത്തീരുന്നു. എന്ത് സ്വീകരിക്കണം, എന്ത് സ്വീകരിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നു. സ്വീകരിക്കാൻ പാടില്ലാത്തതിനെ നെഗ്ലക്റ്റ് ചെയ്തും സ്വീകരിക്കുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് സ്വർഗമാക്കി തീർക്കാൻ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കും. ഉദാഹരണം, ലോകരാഷ്ട്രങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ മനുഷ്യൻ സ്ഫോടന വസ്തുക്കൾ കൊണ്ട് ഭൂമിയെപ്പോലും പ്രപഞ്ചത്തെപ്പോലും നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യൻ
അവരുടെ ആത്മബോധം വികസിച്ച ഒരു സന്മനസ് കാണിച്ചെങ്കിൽ ലോകത്തിന് സ്വർഗമാക്കാനും സാധ്യമാക്കുമെന്ന് നിങ്ങൾ ഏവരും ഉണരണം. ഈ കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും ലോകരാഷ്ട്രം ശ്രേയസ്സാക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ അത് മുഴുവനും നശിപ്പിച്ചു കളയെന്നുള്ള ചിന്ത. അങ്ങനെ കണ്ടെത്തിയ മനുഷ്യൻ ഈ മഹത്തേറിയ സന്ദേശത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് കണ്ടെത്തുകയാണെങ്കിൽ ലോകരാഷ്ട്രം സ്വർഗമായി, ധർമ്മത്തിൽ അധിഷ്ഠിതമായി, എല്ലാ മതങ്ങളും ഒന്നിച്ചേർന്ന് ധർമ്മത്തിലൂടെ സഞ്ചരിച്ച് ലോകത്ത് രക്ഷികളിലൂടെ വെളിപ്പെട്ട വേദിക് ധർമ്മങ്ങൾ നമ്മുടെ ആചാര്യന്മാർ സന്ദേശങ്ങളായി ലോകത്ത് നൽകിയതിന്